2024 മെയ് 5 ഞായർ. ഇന്ന് 1199 മേടം 22. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ജൂൺ 3 സ്കൂൾ തുറക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ പ്രവേശനോത്സവത്തോടെ ജൂൺ 3 തുറക്കും. അവധിക്കാലത്ത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും പരിസര ശുചീകരണം നടത്തണമെന്നും ശുദ്ധജലം ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം നിർദ്ദേശിച്ചു. അസാധാരണ ചൂട് സേനാ പരിശീലന ക്യാമ്പുകളിൽ സ്ഥിതി ഗുരുതരം. പോലീസ്, ഫയർ, എക്സൈസ് പരിശീലന ക്യാമ്പുകളിൽ കഴിയുന്നത് 5000-ലേറെ ട്രെയിനികൾ. കൊടുംചൂടിൽ വലഞ്ഞ് സേനാ പരിശീലന ക്യാമ്പുകളിലെ ട്രെയിനികൾ. കടുത്ത ചൂടും നിർജ്ജലീകരണവും മൂലം പരിശീലന ക്യാമ്പുകളിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ പടരുന്നു. പകൽ സമയത്ത് ഫിസിക്കൽ ട്രെയിനിങ്, ഡ്രിൽ എന്നിവ ഒഴിവാക്കാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തെ തുടർന്ന് ഉത്തരവിറക്കിയിരുന്നെങ്കിലും ഇത് അവഗണിച്ച് ചില ക്യാമ്പുകളിൽ ഇപ്പോഴും പകൽ പരിശീലനം തുടരുകയാണ്. പോലീസ്, ഫയർ സർവീസ്, എക്സൈസ് എന്നീ സേനകളിലേക്കുള്ള പരിശീലനത്തിനായി 5000-ലേറെ ഉദ്യോഗാർത്ഥികളാണ് വിവിധ ജില്ലകളിലെ ക്യാമ്പുകളിൽ കഴിയുന്നത്. കടുത്ത പരിശീലനം പതിവാണെങ്കിലും പരിശീലനത്തിന് ശേഷം ശരീരം വാം ഡൗൺ ആകുന്നില്ല എന്നതാണ് ഇപ്പോൾ ട്രെയിനികൾ നേരിടുന്ന പ്രധാന പ്രശ്നം. രാവിലത്തെ പരിശീലനത്തിൻ്റെ ചൂടുമായി ഉച്ചവരെ തിയറി ക്ലാസ്സിൽ തുടരണം. വൈകിട്ടത്തെ പരിശീലനത്തിന് ശേഷം ശരീരം തണുക്കാത്തതിനാൽ ഉറങ്ങാനും കഴിയുന്നില്ല. ചൂട് ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ സേനയിലെ പരിശീലനവും പരേഡും ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ ഉത്തരവ് ഉണ്ടായിട്ടും ചില ക്യാമ്പുകളിൽ പരേഡ് തുടരുന്നുണ്ട്. രോഹിത് വെമുലയുടെ ആത്മഹത്യ പുനരന്വേഷണം വരും. കോടതിയെ സമീപിക്കാൻ പോലീസ്. ദലിത് ഗവേഷണ വിദ്യാർത്ഥി രോഹിത് വെമുല ജീവനൊടുക്കിയ കേസിൽ പുനരന്വേഷണം നടത്താൻ അനുമതി തേടി കോടതിയെ സമീപിക്കുമെന്ന് തെലങ്കാന പോലീസ് അറിയിച്ചു. താൻ ദലിത് സമുദായാംഗമല്ലെന്നറിയാവുന്ന രോഹിത് ഈ വിവരം പുറത്തറിയുമെന്ന് പേടിച്ച് ജീവൻ ഒടുക്കിയെന്ന കണ്ടെത്തലോടെ കേസന്വേഷണം അവസാനിപ്പിച്ച് തെലങ്കാന ഹൈക്കോടതിയിൽ പോലീസ് കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ അന്വേഷണത്തിൽ രോഹിത് വെമുലയുടെ അമ്മ സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് കൂടുതൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചതെന്ന് DGP രവി ഗുപ്ത അറിയിച്ചു. നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് രോഹിത് വെമുലയുടെ അമ്മ രാധിക, സഹോദരൻ രാജു എന്നിവർ ഇന്നലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ സന്ദർശിച്ചു. പുനരന്വേഷണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്നും നിയമപോരാട്ടം തുടരുമെന്നും കുടുംബം പറഞ്ഞു. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ ABVP നേതാവിനെ മർദ്ദിച്ചെന്നാരോപിച്ച് സസ്പെൻഷനിലായ 5 ദലിത് വിദ്യാർത്ഥികളിൽ ഒരാളായ രോഹിത് വെമുല 2016 ജനുവരി 17 ഹോസ്റ്റൽ മുറിയിലാണ് ജീവനൊടുക്കിയത്. രാജ്യമെങ്ങും പ്രതിഷേധമുയർന്ന സംഭവത്തിൽ അന്നത്തെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനി, അന്നത്തെ MPയും നിലവിലുള്ള ഹരിയാന ഗവർണറുമായ ബന്ധാരു ദത്താത്രേയ, അന്നത്തെ VC P അപ്പാറാവു എന്നിവർ കുറ്റാരോപിതരായിരുന്നു. താനൂർ കസ്റ്റഡി മരണക്കേസ് 4 പോലീസുകാർ അറസ്റ്റ് ചെയ്തത് CBI സംഘം. താനൂരിലെ PM താമിർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരെ CBI അറസ്റ്റ് ചെയ്തു. 1 മുതൽ 4 വരെ പ്രതികളായ താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ്, പരപ്പനങ്ങാടി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ആൽബിൻ അഗസ്റ്റിൻ, കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അഭിമന്യു, തിരൂരങ്ങാടി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വിപിൻ എന്നിവരാണ് അറസ്റ്റിലായത്. കേസന്വേഷണത്തിൻ്റെ മേൽനോട്ട ചുമതലയുള്ള എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പോലീസ് മർദ്ദനം സംബന്ധിച്ച് ആരോപണമുണ്ടായിരുന്നെങ്കിലും സംഭവത്തിലെ ആദ്യ അറസ്റ്റാണ് ഇത്. അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ലഹരി വിരുദ്ധ സംഘമായ ഡാൻസ് ഓഫിലെ അംഗങ്ങളാണ് 4 പേരും. ജിനേഷിനെയും വിപിനെയും വള്ളിക്കുന്നിലെ വീട്ടിൽ നിന്നും, അഭിമന്യുവിനെ താനൂരിലെ വീട്ടിൽ നിന്നും, ആൽബിനെ കൊല്ലത്തു നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവരാണ് 4 പേരും. ലഹരി പദാർത്ഥങ്ങളുമായി 5 പേരോടൊപ്പം പോലീസ് പിടികൂടിയ മമ്പുറം മൂഴിക്കൽ സ്വദേശിയായ താമിർ ജിഫ്രി 2023 ഓഗസ്റ്റ് 1 താനൂർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലിരിക്കെ മരിച്ചത്. മർദ്ദനവും മരണകാരണമായതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. ഹമാസിൻ്റെ ദോഹ ഓഫീസ് പൂട്ടിക്കാൻ നീക്കം. കൈറോയിലെ വെടിനിർത്തൽ ചർച്ചകളിൽ ഇരുപക്ഷവും അടിസ്ഥാന നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ തുടരവേ ദോഹയിലെ ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ ഓഫീസ് അടച്ചുപൂട്ടാൻ ഖത്തർ ആലോചിക്കുന്നു. ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥരാകുന്നത് തുടരണമോ വേണ്ടയോ എന്ന ആലോചനകളുടെ ഭാഗമായാണ് ഇത്.
മധ്യസ്ഥ ഇടപെടലുകൾ ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നു എന്ന പരാതി ഖത്തറിനുണ്ട്. നിലവിൽ കൈറോയിൽ നടക്കുന്ന ചർച്ച കൂടി പരാജയപ്പെട്ടാൽ ഖത്തർ മധ്യസ്ഥതയിൽ നിന്ന് പിന്മാറിയേക്കുമെന്നാണ് സൂചന. വെടിനിർത്തലിന് ഇനിയും ഹമാസ് ഇസ്രായേൽ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുന്നില്ലെങ്കിൽ അവരെ ഖത്തറിൽ നിന്ന് പുറത്താക്കണമെന്ന് US ആവശ്യപ്പെട്ടുവെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. 2012 മുതൽ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ അടക്കം നേതാക്കൾ ദോഹയിലാണ് താമസം. ഇസ്രായേലിൻ്റെ റഫ ആക്രമണം ഏതു വിധേനയും തടയുക എന്ന ലക്ഷ്യത്തോടെ ഖത്തർ സംഘം കൈറോയിലുണ്ട്. ചർച്ച നിരീക്ഷിക്കാനായി CIA മേധാവി വില്യം ബേൺസും കൈറോയിലെത്തി. ഗാസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 34,654 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 77,908 പേർക്ക് പരിക്കേറ്റു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ 3 പലസ്തീൻകാരും കൊല്ലപ്പെട്ടു. അധ്യയന വർഷാരംഭം അധികൃതർക്ക് നിർദ്ദേശം. സ്കൂളുകൾ ഫിറ്റ്നസ് ഉറപ്പാക്കണം. വിദ്യാർത്ഥികളെ എത്തിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം നിർദ്ദേശിച്ചു. ഉപയോഗശൂന്യമായ ഫർണിച്ചർ, മറ്റുപകരണങ്ങൾ, വാഹനങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയോ പ്രത്യേക മുറിയിൽ സൂക്ഷിക്കുകയോ വേണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ, ബോർഡുകൾ, വൈദ്യുത പോസ്റ്റുകൾ, വൈദ്യുത കമ്പികൾ എന്നിവ ഒഴിവാക്കണം. സ്കൂൾ ബസ്സുകളടക്കം വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്കെല്ലാം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഗോത്ര വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തുന്നുവെന്ന് ട്രൈബൽ പ്രൊമോട്ടർമാർ ഉറപ്പാക്കണം. സ്കൂൾ പരിസരത്ത് ലഹരി ഉപയോഗവും വിൽപ്പനയുമില്ലെന്ന് ഉറപ്പാക്കാൻ എക്സൈസ് വകുപ്പും പോലീസും നിശ്ചിത ഇടവേളകളിൽ കടകളിലടക്കം പരിശോധന നടത്തും. രക്ഷിതാക്കളെ പങ്കെടുപ്പിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും വിവിധ മാസങ്ങളിലായി അനുബന്ധ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. മന്ത്രിമാരായ V ശിവൻകുട്ടി, R ബിന്ദു, MP രാജേഷ്, K രാജൻ, P രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ഡ്രൈവിംഗ് ടെസ്റ്റ് പുതിയ ഉത്തരവിറങ്ങി. ടെസ്റ്റ് വാഹനത്തിൽ ഇരട്ട ക്ലച്ച് പാടില്ല. ഒരു ഓഫീസിൽ പ്രതിദിനം 40 പേർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിൽ 2 വീതം ക്ലച്ചും ബ്രേക്കും ഉൾപ്പെടുന്ന ഇരട്ട നിയന്ത്രണ സംവിധാനം അനുവദിക്കില്ലെന്ന് ഗതാഗത കമ്മീഷണറുടെ ഉത്തരവ്. പുതുക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയിലെ അപാകതകൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്ന സമരത്തെ തുടർന്ന് ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവിലാണ് നിർദ്ദേശം. 3 മാസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ സുരക്ഷയെ ഉൾപ്പെടെ ബാധിക്കുന്ന നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. ഡ്രൈവിംഗ് പഠിച്ചവരാണ് ടെസ്റ്റിൽ പങ്കെടുക്കുന്നതെങ്കിലും വിദഗ്ധരല്ലാത്തതിനാൽ പൊതുദിനത്തിൽ ഉൾപ്പെടെ വാഹനം ഓടിക്കുമ്പോൾ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. പുതുക്കിയ ഉത്തരവിലും അപ്രായോഗിക നിർദ്ദേശങ്ങളുണ്ടെന്ന് ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംഘടനകൾ ആരോപിച്ചു. വൈദ്യുതി ഉപയോഗം എങ്ങനെ കുറയ്ക്കാം? വൈകുന്നേരം 6 മണി മുതൽ രാത്രി 2 വരെയുള്ള പീക്ക് ലോഡ് സമയത്തെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വൈദ്യുതി കുറച്ചുപയോഗിക്കുന്ന BLDC ഫാനുകൾ ഉപയോഗിക്കുക. ഇലക്ട്രോണിക് റെഗുലേറ്ററുകളിലേക്ക് മാറുക. ഫാനിൻ്റെ വേഗം കുറച്ചാൽ വൈദ്യുതി ഉപയോഗവും കുറയും. AC-യുടെ തണുപ്പ് 26 ഡിഗ്രിയോ 27 ഡിഗ്രിയോ ആയി പരിമിതപ്പെടുത്തുക. ലൈറ്റുകളും ട്യൂബുകളും LED ആക്കുക. ചോക്കുള്ള പഴയ ട്യൂബ് ലൈറ്റുകൾ ഒഴിവാക്കണം. ഇൻഡക്ഷൻ കുക്കർ, ഓവൻ, വാഷിംഗ് മെഷീൻ, ഇലക്ട്രിക് അയൺ, വാട്ടർ പമ്പ് എന്നിവ പകൽ മാത്രം പ്രവർത്തിപ്പിക്കുക. വാഹനങ്ങൾ പകൽ ചാർജ് ചെയ്യുക. ജോലി ചെയ്യുന്നവർക്ക് ഓഫീസുകളിൽ ചാർജ് ചെയ്യാൻ ക്രമീകരണം ഏർപ്പെടുത്തുക. വീടിനകത്തും പുറത്തും അലങ്കാര ദീപങ്ങളും വിവിധ നിറങ്ങളിലുള്ള ലൈറ്റുകളും ഓൺ ചെയ്തിടുന്നത് ഒഴിവാക്കുക. ആവശ്യമുള്ള ലൈറ്റുകളും ഫാനുകളും മാത്രം ഇടുക. വാണിജ്യ സ്ഥാപനങ്ങളിലെ അലങ്കാര ലൈറ്റുകൾ ഓഫ് ചെയ്യുക. പൊതുസ്ഥലങ്ങളിലെ ദീപാലങ്കാരം ഒഴിവാക്കുക. ശുഭദിനം. നന്ദി.